ലാൽസലാം പ്രിയ സഹാക്കളെ, ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മ ഇന്ന് നമ്മുടെ നാഷണൽ കോഫി ഡേ ആണ്. പക്ഷേ ഇൻ്റർനാഷണൽ കോഫി ഡേ ഒക്ടോബർ 1 തീയതിയാണ്. ഈ ഒരു ആശയം ഇന്നലെ രാത്രി നമ്മുടെ സഖാവ് ഛായാനാഥൻ സഖാവിൻ്റെ ചിന്തയിൽ ഉദിച്ചൊരു കാര്യമാണ്. നമ്മുടെ കോഫി ഹൗസിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ അതിന് ഇന്ധനം നൽകിയത് നമ്മുടെ ഹരിസഖാവും കൂടിയാണ്. ഈ സഖാക്കളെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ്. ഇത് അവതരിപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് ഞാനങ്ങോട്ട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ സഖാക്കളെ? പ്രിയ സഖാക്കളെ, കാപ്പിക്കടയുടെ ചരിത്രം നമുക്കൊരു ഗ്ലാസ് കാപ്പി കുടിച്ചിട്ടങ്ങ് തുടങ്ങാം അല്ലേ? 1780 ഇന്ത്യയിൽ ആദ്യമായി കാപ്പിക്കട അഥവാ കോഫി ഹൗസ് തുടങ്ങുന്നത്. അത് കൽക്കത്തയിലാണ് കോഫി ഹൗസ് പിറവിയെടുക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മദ്രാസിലും ബാംഗ്ലൂരിലും ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിലും ആരംഭിക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാർക്ക് വിനോദത്തിനും കൂടിച്ചേരലിനും വേണ്ടി കോപ്പിക്കടകൾ അഥവാ കോഫി ഹൗസുകൾ ഉണ്ടായി. പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് കോഫി ബോർഡ് രൂപീകരിക്കുന്നത്. സകളെ കൺസോളിഡേറ്റഡ് എന്ന കമ്പനിയായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാപ്പിത്തോട്ടത്തിൻ്റെ ഉടമ. ഈ കമ്പനിയുടെ ചെയർമാനായി ഐവർ ബുൾ ആണ് ഉണ്ടായിരുന്നത്. 1940 ഐവർ ബുള്ളിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ കോഫി മാർക്കറ്റ് എക്സ്പാൻഷൻ ബോർഡ് രൂപീകരിക്കുന്നത്. സകല 1942 ഈ സംവിധാനം പിന്നെ കോഫി ബോർഡായിട്ട് മാറുന്നത്. കോഫി ബോർഡ് രൂപീകരിക്കുമ്പോൾ ഏതാണ്ട് 50ഓളം കോഫി ഹൗസുകൾ ഉണ്ടായിരുന്നു. പാശ്ചാത്യർക്ക് കോഫി ഹൗസുകൾ പെനി യൂണിവേഴ്സിറ്റികളായിരുന്നു സകളെ. ഉപരിവർഗത്തിൻ്റെ ബുദ്ധി കേന്ദ്രങ്ങൾ, ചിന്തകരും എഴുത്തുകാരും വിദ്യാർത്ഥികളും ഒക്കെയായിരുന്നു ഈ പെനി യൂണിവേഴ്സിറ്റിയിലെ പ്രധാന വിരുന്നുകാർ. കോഫി ഹൗസുകളുടെ ജനപ്രീതി വർദ്ധിക്കുന്നതിനിടയിൽ സകളെ നമ്മൾ മലയാളികൾ തന്നെയാണ് ഏറെ വിയർപ്പൊഴുക്കിയത്. കോഫി ബോർഡിൻ്റെ ആദ്യ ചെയർമാനായി ആലുവ സ്വദേശിയായ AJ സൈമൺ ആയിരുന്നു. അതുവഴി ഏറെ മലയാളികൾക്ക് കോഫി ഹൗസുകളിൽ ജോലിക്കാരായി വരാൻ കഴിഞ്ഞു. കോഫി ഹൗസുകൾ ആഴത്തിൽ വേരോടുന്ന സമയത്താണ് എന്നും നമ്മുടെ കോൺഗ്രസ് ഗവൺമെൻറ്റിന് പ്രൈവറ്റ് വൽക്കരിക്കുക എന്നുള്ളതാണല്ലോ അവരുടെ താല്പര്യം. അങ്ങനെ ഇന്ത്യൻ കോഫി ബോർഡ് പ്രൈവറ്റ് വൽക്കരിക്കാൻ അവർ തീരുമാനമെടുക്കുന്നു. കോഫി ഹൗസുകൾ കോൺഗ്രസ് ഗവൺമെൻറ് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറാനുള്ള സമീപനം 1951 ഉണ്ടാക്കുന്നത്. സകല 1956 നിലവിൽ വന്ന തോട്ട വ്യവസായ കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ കോഫി ഹൗസുകൾ നിർത്തലാക്കുന്നതിനുള്ള തീരുമാനത്തെ ബലപ്പെടുത്തി. അങ്ങനെ പ്രിയസഖാക്കളെ, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചതോടെ പിരിച്ചുവിടലുകൾ വ്യാപകമായി. തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരെ മറ്റു പല മേഖലകളിലേക്കും മാറ്റി. കോൺഗ്രസ് ഗവൺമെൻറ് തൊഴിലാളികളെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു. അവരുടെ കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടു. കോഫി ഹൗസുകൾ ജനകീയമാക്കുന്നതിൽ പങ്കുവഹിച്ച തൊഴിലാളികളെ കോൺഗ്രസ് ഗവൺമെൻറ് വഞ്ചിച്ചു. 1957 ജൂൺ 25 ബാംഗ്ലൂരിലെ കബ്ബൺ പാർക്ക്, അവിടെ ഒരു തൊഴിലാളി സംഘടനകളുടെ യോഗം നടക്കുകയാണ്. യോഗത്തിൽ പങ്കെടുക്കുന്നവർ വലിയ ദുഃഖത്തിലും ആശങ്കയിലുമായിരുന്നു. ഒരു വലിയ പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ തൊഴിലാളികളടങ്ങുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ തൊഴിലാളികളുടെ ജോലി ഏതാനും ദിവസങ്ങൾക്കകം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഈ ദുഃഖത്തിനും പ്രതിസന്ധിക്കും കാരണം ഈ തൊഴിൽ നഷ്ടമായിരുന്നു.
കോൺഗ്രസ് ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു കോഫി ബോർഡ്, ആ കോഫി ബോർഡ് നേരിട്ട് നടത്തിയിരുന്ന കോഫി ഹൗസ്, ആ ശൃംഖല പൂട്ടാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ നീക്കമായിരുന്നു ആ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നത്. മാസങ്ങളായി തുടർന്നു പോരുന്ന അനുനയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുകയാണ്. തൊഴിലാളി നേതാക്കൾ കേന്ദ്രമന്ത്രിമാരുമായി ചർച്ച നടത്തിയിട്ടും പലതരത്തിലുള്ള ഹർജികൾ നൽകിയിട്ടും സമരങ്ങൾ ചെയ്തിട്ടും കോൺഗ്രസ് ഗവൺമെൻറ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയായിരുന്നു. തൊഴിലാളികളെല്ലാം പ്രതീക്ഷ നഷ്ടപ്പെട്ട് ദുഃഖിതരായി, കുടുംബത്തെ ഓർത്ത് സങ്കടപ്പെട്ട് ഇരിപ്പായി. പലരും മറ്റു തൊഴിൽ സാധ്യതകൾ നോക്കാൻ തുടങ്ങി. ചിലരാകട്ടെ മറ്റ് വഴികളില്ലാതെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ക്വാർട്ടേഴ്സിൽ വീട്ടുജോലി ചെയ്യാനും തീരുമാനിച്ചു. മറ്റു ചിലർ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് ജീവിതം തന്നെ ഇല്ലാതാക്കാൻ തുനിഞ്ഞു. ഈ ഒരു പ്രതിസന്ധിയിലായിരുന്നു ബാംഗ്ലൂരിലെ കബ്ബൺ പാർക്കിൽ ഒരു യോഗം ചേരാനുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നത്. ഈ യോഗത്തിൽ യൂണിയൻ നേതാവായ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായ AKG എത്തിച്ചേരുന്നു. 1904 ഒക്ടോബർ 1 ആയില്യത്ത് കൂറ്റേരി ഗോപാലൻ ജനിച്ചത് ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കണ്ണീരൊപ്പാൻ തന്നെയായിരുന്നു. എല്ലാ സൗഭാഗ്യങ്ങളും ജീവിത സുഖങ്ങളും മാറ്റി നിർത്തി അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ ജീവിതം വെളിച്ചമായി മാറാൻ വേണ്ടി മാത്രമായിരുന്നു അദ്ദേഹം ജനിച്ചതെന്ന് പറയാം. മുന്നോട്ട് ഒരു വഴിയും വെളിച്ചവും കാണാതെ ഉഴലുന്ന ആ തൊഴിലാളികളുടെ ഇടയിലേക്ക് കയറി വന്ന സഖാവ് AKG അതുവരെ ആരുടെയും ചിന്തയിലോ സ്വപ്നത്തിലോ ഇല്ലാതിരുന്ന ഒരു പോം വഴി മുന്നോട്ട് വെച്ചു. നഷ്ടത്തിൽ പോകുന്നത് കാരണം കോൺഗ്രസ് ഗവൺമെൻറ് പിരിച്ചുവിടാൻ പോകുന്ന ആ സ്ഥാപന ശൃംഖല, പിരിച്ചുവിടാൻ പോകുന്ന അവിടുത്തെ തൊഴിലാളികൾ തന്നെ ഏറ്റെടുത്ത് നടത്തുക എന്നതായിരുന്നു AKG മുന്നോട്ട് വെച്ച ആ വഴി. ആ ഒരു വഴി പക്ഷേ ആ യോഗത്തിലുള്ളവർ അത്ഭുതത്തോടും സംശയദൃഷ്ടിയോടും കൂടെയാണ് സഹാക്കളെ നോക്കിയത്. കാരണം അവരുടെ സ്വപ്നങ്ങളിൽ നിന്നും ചിന്തകളിൽ നിന്നും ഏറെ അകലെയായിരുന്നു ആ ഒരു പോംവഴി. അതുവരെ സഹാക്കളെ ഇത്തരം വലിയ ഒരു കോഫി ഹൗസ് ശൃംഖല നേതൃത്വം നൽകി മാനേജ്മെൻറ്റ് ചെയ്തു പോയത് IAS ഉദ്യോഗസ്ഥരും മുതിർന്ന ഉദ്യോഗസ്ഥരും മാത്രമായിരുന്നു. ഇത്തരമൊരു സ്ഥാപനം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോകാൻ സാധാരണക്കാരായ തൊഴിലാളികൾ എങ്ങനെ ഏറ്റെടുക്കും എന്നതായിരുന്നു അവരുടെ ഒരു സംശയം. അങ്ങനെ അവർ മുന്നോട്ട് വന്നാൽ തന്നെ ഈ കോൺഗ്രസ് ഗവൺമെൻറ്റിന് അത് അനുവദിക്കുമോ എന്നതായിരുന്നു അവരുടെ സംശയം. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾക്കാർ നടത്തി വന്ന ഈ കോഫി ഹൗസ് ശൃംഖല ഒന്നുമല്ലാത്ത സാധാരണക്കാരായ അടിസ്ഥാന വർഗക്കാരായ തൊഴിലാളികൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നതായിരുന്നു ഇവരുടെയൊക്കെ ചോദ്യം. ഇവരുടെയൊക്കെ സംശയങ്ങളും അതുതന്നെയായിരുന്നു. ഒരു പ്രശ്നം പരിഹരിക്കാനായി പല വഴികളും പലരുടെയും മനസ്സിൽ ഉയർന്നു വരും. പക്ഷേ അത് എങ്ങനെ പ്രാവർത്തികമാക്കും എന്ന വഴി കൂടെ പറഞ്ഞു കൊടുക്കാൻ ശേഷിയുള്ളവരായിരിക്കും നേതൃത്വപരമായ ഗുണമുള്ളവർ. ഈ സംശയങ്ങൾക്കെല്ലാം സഖാവ് AKGയുടെ കയ്യിൽ ഉത്തരവും ഉണ്ടായിരുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച വഴി എങ്ങനെ നടപ്പിലാക്കാം എന്നതിന് വ്യക്തമായ കാഴ്ചപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൊഴിലാളികളുടെ ഈ സംശയങ്ങൾക്ക് സഖാവ് പറഞ്ഞത്, തൊഴിലാളികളാണ് നിങ്ങൾ, തൊഴിലാളികൾ ലോകം ഭരിക്കേണ്ടവരാണ്, നിങ്ങൾക്കത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഈ സ്ഥാപനം നിങ്ങൾ നേരിട്ട് ഏറ്റെടുക്കണം, ഭരിക്കണം. മുതലാളിമാരില്ലാതെ നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സൈക്കിൾ ഇതിന് അദ്ദേഹത്തിന് ഇത്രയും ഉറപ്പോടുകൂടെ പറയാൻ പറ്റിയത് അദ്ദേഹം തന്നെ നടപ്പിലാക്കിയ ഒരു പരിപാടി വടക്കൻ മലബാറിലുണ്ടായിരുന്നു. വടക്കൻ മലബാറിലെ ബീഡി കമ്പനികൾ പ്രവർത്തനം നിർത്തലാക്കാൻ തീരുമാനിച്ചപ്പോൾ ജീവിതം പെരുവഴിയിലായ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ തന്നെ ഉടമസ്ഥതയിൽ കേരള ദിനേശ് ബീഡി എന്ന വിപ്ലവകരമായ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കാൻ മുന്നിൽ നിന്ന സഖാവാണ് സഖാവ് AKG. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടും ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ തൊഴിലാളി പോരാട്ടങ്ങളുടെ മുഖമായ സഖാവ് AKG പകർന്നു കൊടുത്ത
ഊർജത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ആ തൊഴിലാളികൾ സംഘടനാ യോഗം ചേരുകയും ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തു. ബാംഗ്ലൂരിലെ ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളികൾ തന്നെ ഏറ്റെടുക്കും. അടുത്ത സ്വാതന്ത്ര്യദിനത്തിൽ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവരെടുത്ത തീരുമാനം. അങ്ങനെ പ്രിയ സഖാക്കളെ, കേന്ദ്ര സർക്കാർ അടച്ചുപൂട്ടാൻ തീരുമാനിച്ച കോഫി ഹൗസ്, കോഫി ബോർഡിന് കീഴിലെ കോഫി ഹൗസുകൾ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. പ്രിയ സഖാക്കളെ, അത് അങ്ങനെ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. രാജ്യത്തെ എല്ലാ നഗരങ്ങളിലും ഇന്ത്യൻ കോഫി ഹൗസ് നിലവിൽ ഉണ്ട്. ഏറെ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ കൊച്ചി കോഫി ഹൗസിൽ കണ്ടത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഫോട്ടോയും അതിന് ചാർത്തിയിരിക്കുന്ന ഒരു മാലയുമാണ്. ഈ കോഫി ഹൗസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനമെടുത്ത കോൺഗ്രസ് നേതാക്കളായ ഇവരുടെയൊക്കെ ഫോട്ടോ അവിടെ വന്നത് കണ്ടപ്പോൾ ഞാൻ നമ്മുടെ ഒരു സഖാവ് ജോൺ, അദ്ദേഹം മധ്യപ്രദേശിൽ കോഫി ഹൗസിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, ഇത് ട്രേഡ് യൂണിയനുകളാണ് ഇപ്പോൾ നടത്തുന്നത്. ഒരു സ്ഥലത്ത് ഏത് ട്രേഡ് യൂണിയനാണോ കൂടുതൽ ആൾക്കാരുള്ളത് അവരാണ് അത് ഏറ്റെടുത്ത് നടത്തുന്നതാണ് സഖാവിനോട് പറഞ്ഞത്. ഇന്ത്യൻ കോഫി ഹൗസ് എന്ന പേര് കേൾക്കുമ്പോൾ ആവി പറക്കുന്ന കാപ്പിയും മസാല ദോശയും ബീട്രൂട്ട് ഇട്ട കടലിട്ടും കഴിക്കുന്നതിനൊപ്പം ഇതൊക്കെ ഈ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിനിടയ്ക്ക് ഒരുപാട് പേരുടെ ജീവിതവും അവരുടെ സഹന സമരവും ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. സഹകളെ, ഇന്ന് നാഷണൽ കോഫി ഡേ ആണ്. ഒക്ടോബർ 1 ഇൻ്റർനാഷണൽ കോഫി ഡേ. എന്നത്തേക്കാളും കൂട്ടായ പ്രവർത്തനത്തിനായി സഹകരിക്കുക. കാരണം കോഫി നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നു. കാപ്പിക്കുരു മുതൽ കപ്പ് വരെയും കർഷകൻ മുതൽ ഉപഭോക്താവ് വരെയും കൂട്ടായി നിന്നാൽ കൂടുതൽ ലാഭം നേടാം എന്നതാണ് ഇൻ്റർനാഷണൽ കോഫി ഡേയുടെ ചിന്ത. എന്നാൽ ഇന്നെന്താണ് നമ്മൾ കാണുന്നത്? ഇന്നത്തെ ലോകാവസ്ഥ എന്താണ്? കറുപ്പനും വെളുപ്പനും, മതവിഭാഗങ്ങൾ, ജാതി വിഭാഗങ്ങൾ കോഫി കുടിച്ചാലൊന്നും ഒന്നിച്ചു നിൽക്കാൻ കഴിയുകയില്ല സഖാക്കളെ. പ്രിയ സഖാക്കളെ, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ചരിത്രം ഇതുവരെ കേട്ടുവന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്യുന്നു. ലാൽ സലാം.